ഒരു 2.1 ആമ്പ് അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടേബിളിൻ്റെ ഒരു അവസ്ഥ നോക്കിയേ, ഇതാണ് അവസ്ഥ. ഇത് എപ്പോഴും ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ. പലരും പറയും അത് അച്ചടക്കമില്ലാതെ പണി പഠിച്ചത് കൊണ്ടാണെന്ന്. പക്ഷേ എന്താ അറിയില്ല, ഞാൻ ഈ അസംബിൾ ചെയ്യുമ്പോൾ എൻ്റെ ടേബിൾ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. എത്ര വൃത്തിയാക്കി വെച്ചാലും പിന്നെയും ഓരോന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ ആണ്ടിട്ടൊക്കെ കഴിയും. അപ്പോൾ 2.1 അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞില്ലേ. അതായത് 2.1 ആയാലും 5.1 ആയാലും ഇപ്പോൾ എത്ര ചാനൽസ് ആയാലും അത് അസംബിൾ ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ പേര് ചോദിച്ചത് എനിക്ക് തോന്നി. അതായത് ഓർമ്മ വന്നു. അതായത് 2.1 ആയാലും ഏതായാലും അസംബിൾ ചെയ്യുമ്പോൾ ഏത് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാം കണക്ഷൻ കൊടുത്ത് ഓൺ ചെയ്താലും മതി, അതല്ല ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാലും മതി. അതായത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ഈ ആക്സറീസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടു. ഇപ്പോൾ പാനൽ വെച്ചിട്ടുണ്ട്, സ്വിച്ച്, മൈക്ക് സോക്കറ്റ്, എൻകോഡർ, ബ്ലൂടൂത്ത് പാനൽ, സ്പീക്കർ കണക്ഷൻ, ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെക്കാനുള്ളത് ഫാനും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് 2 പവർ ബോർഡും വെച്ചിട്ടുണ്ട്, 2 2 ചാനലിൻ്റെ ബോർഡും ഒരു സബിൻ്റെ ബോർഡും. ട്രാൻസ്ഫോമർ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമറാണ് വിത്ത് റെക്ടിഫയർ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഫിക്സ് ചെയ്താൽ ഇതിൻ്റെ ഈ പവർ ആമ്പ് സെക്ഷൻ അവിടെ കഴിഞ്ഞു. അപ്പോൾ എന്തിനാ അത് പറഞ്ഞതെന്ന് വെച്ചാൽ, അത് ഞാൻ പറഞ്ഞില്ലേ, പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് 1-2 രീതിയെ പറയാം. ഇപ്പോൾ ഇങ്ങനെ ഒരു 2.1 ആണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 2.1 അതായത് ആദ്യം നിങ്ങൾ എന്തായിരിക്കും സെറ്റ് ചെയ്യുക? മാക്സിമം ആളുകളും ചെയ്യുന്ന രീതി ഞാൻ ചോദിച്ചപ്പോൾ, അതായത് എനിക്ക് സംശയം ചോദിക്കുന്നവരോട് ഞാൻ ചോദിക്കുമ്പോൾ മാക്സിമം ആളുകളും ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്യും. ഇതിനുള്ളിൽ ഫിറ്റ് ചെയ്ത് റെക്ടിഫയറൊക്കെ വെച്ച് വയർ പവർ സപ്ലൈ ഒക്കെ അങ്ങോട്ട് വലിക്കും. എന്നിട്ട് ഈ പവർ ബോർഡ് സെറ്റ് ചെയ്യും, അതിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. സാധാരണ പോലെ തന്നെ നമ്മൾ 12 വോൾട്ടും കൊടുത്ത് അത് എന്തൊക്കെയാണോ പ്രീസ്റ്റേജിന് വേണ്ട അതൊക്കെ കൊടുത്ത് ഓണാക്കി നോക്കുമ്പോൾ ചിലപ്പോൾ ഹമ്മിങ്, ചിലപ്പോൾ പുക, ചിലപ്പോൾ ഒരു സൗണ്ടും ഉണ്ടാവില്ല, ചിലപ്പോൾ ഓണാവില്ല, ചിലപ്പോൾ ഓണാവും, ചിലപ്പോൾ കറക്റ്റായിരിക്കും. അപ്പം അങ്ങനെ വരാതെ ആ സമയത്ത് ഈ ചെയ്ത വർക്കിൽ പരമാവധി ചിലപ്പോൾ റിപ്പീറ്റ് അയക്കേണ്ടി വരും. അങ്ങനെ അയക്കേണ്ടി വരുമ്പോൾ എന്താവും, സമയം പോവും, ആ വൃത്തിയും പോവും, ഒരു സംശയമില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു സൗകര്യത്തിന് ഞാൻ ചെയ്യുന്ന രീതി, അത് തിയറിക്കലി അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളെ ഓൺലൈൻ സീനിയേഴ്സിന് ചിലപ്പോൾ അത് തെറ്റായി തോന്നാം. പക്ഷേ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പവർ ചെയ്തില്ലേ, ഇതിലേക്ക് ഇപ്പോൾ ഇനി റെക്ടിഫയറും ട്രാൻസ്ഫോമറും വെച്ച് ഞാനിത് ചെക്ക് ചെയ്യും. ഇതിൻ്റെ ഔട്ട് ശരിക്കും പറഞ്ഞാൽ ഓണാകുമ്പോൾ സൈലൻ്റ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, യാതൊരു വിധ നോയ്സോ അമ്മയും ഉണ്ടാവരുത്. അതായത് സിഗ്നലൊന്നും കൊടുക്കാതെ ജസ്റ്റ് ഓൺ ചെയ്ത് സ്പീക്കർ കൊടുത്താൽ അത് ക്ലീൻ ആയിരിക്കണം, ഔട്ട്പുട്ട് ക്ലിയർ ആയിരിക്കണം, സൈലൻ്റ് ആയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ് എനിക്കുള്ള അനുഭവം. അപ്പോൾ അത് കഴിഞ്ഞാൽ ആ ഭാഗം പിന്നെ തൊടേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൺഫേം. എവിടെയെന്നറിയാതെ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. പവർ ക്ലീനാണ്. പിന്നീട് വരുന്നത് ഒരു ഹമ്മിങ്ങോ നോയ്സോ സൗണ്ട് ഇല്ലായ്മയോ ആണെങ്കിൽ പവർ ക്ലീൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സിഗ്നൽ ഇൻപുട്ടിൽ ബോർഡിൽ കൊടുത്ത് ചെക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? അതായത് അങ്ങനെ കൺഫേം ആക്കി കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ആ പ്രീ സ്റ്റേജിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൺഫേം ആണ്. അപ്പോൾ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യേണ്ടത് ആ ഏരിയയിലായിരിക്കും, വേറെ എവിടെയും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് എൻ്റെ ഒരു രീതിയാണ്. പിന്നെ മറ്റു ചിലർ ചെയ്യുന്ന അതൊരു സിമ്പിൾ വഴിയാണ്. അതായത് ഇപ്പോൾ ഈ പവർ ചെയ്തു ഔട്ട്പുട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി ഇതിലേക്കുള്ള പ്രീ സെക്ഷൻ കൂടെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫോമർ മറ്റൊന്നും സെറ്റ് ചെയ്യാതെ ഫിക്സ് ചെയ്യാതെ ജസ്റ്റ് പവർ എക്സ്റ്റേണലി കൊടുത്തിട്ട്, അതായത് പുറത്തോ മറ്റോ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഈ സപ്ലൈ ചെക്ക് ചെയ്യും, ഈ ഔട്ട്പുട്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കൺഫേം ആയിട്ട് മാത്രം ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് വയറിങ് മറ്റൊക്കെ ഡ്രസ്സ് ചെയ്യുക, വയർ കട്ട് ചെയ്യലൊക്കെ അപ്പോഴാണ്. അതുവരെ ഒന്നും ചെയ്യുന്നില്ല. ഫുൾ ഇതുപോലെ ജസ്റ്റ് റഫായിട്ട് കണക്ട് ചെയ്തിട്ടിട്ടാണ് ആ ചെക്കിങ് നടത്തുന്നത്. ആ ചെക്കിങ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ രണ്ടാമത് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ഉണ്ടാകുന്ന മാനസിക പ്രശ്നം ഭയങ്കര പ്രശ്നമായിരിക്കും. ഭയങ്കര സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നിട്ട് എറിഞ്ഞ് പൊളിക്കാൻ തോന്നും. അത് ഒഴിവാക്കാൻ നമുക്കത് ചെക്ക് ചെയ്ത് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊന്നും സെറ്റ് ചെയ്തില്ല. ഏതൊന്നും സെറ്റ് ചെയ്തില്ല വെച്ചാൽ പവർ സെക്ഷൻ ഒന്നും സെറ്റ് ചെയ്യാതെ ജസ്റ്റ് പ്രീയും പവറും വയറിങ് ചെയ്ത് നമ്മളതിനെ പവർ കൊടുത്ത് ഓൺ ചെയ്ത് എക്സ്റ്റേണലി ഇതൊന്നും ഫിറ്റ് ചെയ്യാതെ ഓൺ ചെയ്ത് നമ്മൾ ആ സിഗ്നൽ ഇൻപുട്ടുകൾ ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആണോ അല്ലെന്ന് അറിയാം. അതല്ലെങ്കിൽ എന്താ, വളരെ സിമ്പിളായിട്ട് നമുക്കത് സോൾവ് ചെയ്തെടുത്ത് രണ്ടാമതും കൺഫേം ആക്കി സിഗ്നൽ കറക്റ്റായിട്ട് പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ ഒന്നും നോക്കാനില്ല, ഫൈനൽ ഔട്ട്പുട്ട് ജസ്റ്റ് ഫുൾ ഫിനിഷിങ് കഴിഞ്ഞിട്ട് ഓൺ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. അതുപോലെ ഈ പറഞ്ഞ ആക്സസറീസ് ഫിറ്റിംഗ്, അതായത് ഇപ്പോൾ സ്പീക്കർ ഔട്ട്പുട്ട് ഈ ടെർമിനലിൽ ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ കാണാം, ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാൻസ് ഔട്ട് 3 ഫാൻ ഫിറ്റ് ചെയ്തിട്ടില്ല. ഒരു RCA കൺട്രോൾ വെച്ചുള്ളൂ, ഒരു ഭാഗം ഒഴിവാക്കാനുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് ബാസ് ട്രബിൾ കൺട്രോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഫിറ്റ് ചെയ്തില്ല.
ജസ്റ്റ് ബ്ലൂടൂത്ത് മൊഡ്യൂൾ മാത്രം വെച്ചിട്ടുണ്ട്, എൻകോഡർ വെച്ചിട്ടുണ്ട്. എന്തിനാ അത് വെച്ചതെന്ന് മനസ്സിലായില്ലേ? അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യും, നമ്മളിത് ഫുൾ ഈ പറഞ്ഞ പോലെ ചെക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ ഫുൾ സെറ്റ് ചെയ്യുള്ളൂ. ആ സമയത്ത് സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ളതാണ് അടുത്ത് സമയം എടുത്ത് സെറ്റ് ചെയ്യണം. വാരി വലിച്ച് പുകയായിട്ട് എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാക്കും, ചിലപ്പോൾ ഒരു നോയ്സ് ഉണ്ടാക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം. സമയം എടുത്ത് തന്നെ ചെയ്യണം. നിങ്ങൾക്ക് എത്രയോ കഴിവുണ്ടായിരിക്കും, പക്ഷേ എന്നാലും ഓരോ പ്രാവശ്യവും കൺഫേം ചെയ്യണം. ഈ സപ്ലൈയിലുള്ളത് ഒന്നും മാറിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ നിങ്ങൾക്കൊരു കണ്ണ് ചിമ്പണ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഫിറ്റ് ചെയ്ത ഒരു ഔട്ട്പുട്ട് പോകും. ഒന്നും ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ഒരു കണ്ണിമ്മണ സമയത്തിൻ്റെ ഉള്ളിൽ അത് പോകും. എന്താ സംശയം ഉണ്ടോ? ജസ്റ്റ് ഒരു 42 അല്ലെങ്കിൽ അതിന് മേലെ ഒരു 62 വോൾട്ട്, അതിൽ 70 സംതിങ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു പവറാണ്. അതാണ് ഇങ്ങനെ വാരി വലിച്ച് ജഗബുകൾ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളാണെങ്കിൽ വളരെ റിസ്ക്കിയാണ്. അയാളുടെ പൈസ പോകുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, വേറൊരു ബോർഡ് വാങ്ങിയിട്ടാൽ മതി. പക്ഷേ അത് തൃപ്തിയാവുന്നത് വേറെ, അതായത് നമ്മളത് മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് സമയമെടുത്ത് ചെയ്യുമ്പോൾ. ഈ സമയം ചിലപ്പോൾ വളരെ സമയമെടുക്കാം, ചിലപ്പോൾ നമുക്ക് അന്നേരം നല്ല മൈൻഡാണ്, നല്ല ഫ്രീ ആണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 4, 5, 6 മണിക്കൂർ ഒറ്റയടിക്ക് ഇരുന്ന് ചെയ്യാം. എന്നാലും അത് പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചു കാണുന്നത്. നമ്മൾ സമയമെടുത്ത് ചെയ്യുമ്പോൾ മാക്സിമം മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ ഫൈനലായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഒരു ബിഗിനറായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ചെയ്ത് പഠിക്കുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി ഇതിപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ, ഇത് ഇന്നലെ അല്ല ഒരു ദിവസം മുൻപ് ചെയ്താണ്. ഈ ഫിറ്റിങ്സ് ഇതിനകത്തുള്ള മാർക്ക് ചെയ്ത് ഹോൾ ഇട്ടത് അതെല്ലാം ഒരു ദിവസം മുൻപ് ചെയ്തതാണ്. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ എന്ന് പറയാം ആ സമയത്ത് ചെയ്താൽ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഈ വീഡിയോ വർക്കൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയൊക്കെ ചെക്ക് ചെയ്ത് ഇതിൻ്റെ പ്രീയൊക്കെ സെറ്റ് ചെയ്ത് വയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് ഇട്ടിട്ട് ഞാനിത് നിർത്തി വെച്ച് പോകും. 90% അത് ബാക്കി ഫൈനൽ ചെയ്യുന്നത്, അതായത് ഫിനിഷ് ചെയ്യുന്നത് നാളെ ആയിരിക്കും. അപ്പോൾ ഇന്ന് ചെക്ക് ചെയ്ത് ചിലപ്പോൾ കാണാത്ത കാര്യങ്ങൾ നാളെ നമ്മൾ കാണും. അപ്പോൾ അതും കൂടി ഒന്ന് സോൾവ് ചെയ്യാം. റീചെക്ക് ഒന്നും കൂടി രാവിലെ ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ ചെയ്യും. എന്നിട്ട് വയറിങ് ചെയ്യുമ്പോൾ നമുക്ക് 100% അത് ക്ലിയറാണ്, ഒരു പ്രശ്നമില്ല എന്നുള്ളത് കൺഫേം ആയി. അപ്പോൾ ഈ പറഞ്ഞതൊന്നും ഒരു എക്സ്പേർട്ട് ടിപ്പല്ല, ഇതൊരു ബിഗിനേഴ്സ് ടിപ്പാണ്. അപ്പോൾ എക്സ്പേർട്സ് ഇതിന് വേണ്ടിയിട്ട് ഉള്ള അഭിപ്രായങ്ങൾ പറയരുത്. കാരണം ബിഗിനേഴ്സിന് പല ഐഡിയകൾ ഉപയോഗിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ഫെയിലായ സാഹചര്യങ്ങൾ ഇങ്ങനെ എന്തോ ഒരു ഫോൾട്ടിലായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഫെയിലിയർ മാറ്റാൻ ഇതേപോലെ മറ്റ് റൂട്ടുകൾ കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ വഴികൾ കൂടി നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. എപ്പോഴും വലിയ പവറുള്ള സാധനങ്ങളിൽ എക്സ്പെരിമെൻറ്റ് നടത്താതിരിക്കുക. കുറഞ്ഞ വാട്ട്സിലുള്ള അല്ലെങ്കിൽ കുറഞ്ഞ ചിലവിലുള്ള കാര്യങ്ങളിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ട് നിങ്ങൾ വലിയ ഹെവി കാര്യങ്ങളിൽ കൈവെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ 2.1 അസംബ്ലിംഗ് ആണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2.1 അസംബ്ലിങ്ങിൻ്റെ 5 സീരീസുള്ള ഒരു പ്ലേലിസ്റ്റാണിത്. അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, ഒന്ന് കണ്ടു നോക്കുക.